ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യം റഷ്യ തന്ത്രപരമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് വിലയിരുത്തലുകൾ. യുക്രൈൻ യുദ്ധത്തിനു ശേഷം റഷ്യയിൽ നിന്ന് ഇളവിൽ എണ്ണ വാങ്ങിയിരുന്ന രാജ്യങ്ങൾക്കിപ്പോൾ പുതിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. യുഎസുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിനെ തുടർന്ന് റഷ്യയിൽ നിന്ന് അകലം പാലിക്കാൻ തീരുമാനിച്ച ഇന്ത്യക്കും ഈ സാഹചര്യത്തിൽ പുടിന്റെ പുതിയ നീക്കം തിരിച്ചടിയായിരിക്കുകയാണ്. ഇറാൻ സംഘർഷത്തെ തുടർന്ന് വീണ്ടും റഷ്യൻ എണ്ണയിലേക്ക് തിരിയുന്ന ഇന്ത്യക്ക് ആവശ്യത്തിന് വിതരണം ഉറപ്പാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ പഴയ പോലെ വിലക്കിഴിവുകൾ നൽകാൻ ഇനി തയ്യാറല്ലെന്നതാണ് പുതിയ നിലപാട്. റിപ്പോർട്ടുകൾ പ്രകാരം ബ്രെന്റ് ക്രൂഡ് എണ്ണയുടെ ബാരൽ വില ഇപ്പോൾ ഏകദേശം $92 മുതൽ $94 വരെയാണ്. അതേസമയം റഷ്യൻ ക്രൂഡ് എണ്ണ ബാരലിന് $97 മുതൽ $98 വരെ വിലയിലാണുള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തമായതോടെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം വലിയ തോതിൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ആവശ്യമായ എണ്ണ ലഭ്യമാക്കാൻ റഷ്യയാണ് പ്രധാന ആശ്രയം. ഇതിന്റെ ഭാഗമായി ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ US 30 ദിവസത്തെ താൽക്കാലിക അനുമതിയും നൽകിയിരുന്നു. ഈ അവസരമാണ് റഷ്യ ഉപയോഗപ്പെടുത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധം ആരംഭിച്ചതോടെ ആഗോള എണ്ണവില കുത്തനെ ഉയർന്നിരുന്നു. ഇതോടെ റഷ്യൻ എണ്ണയ്ക്ക് USഉം യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയിരുന്ന വിലപരിധികൾ പ്രായോഗികമായി നിലനിൽക്കാതെ പോയി. ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കി എണ്ണ വാങ്ങാൻ കഴിയുന്ന പ്രധാന മാർഗം റഷ്യ മാത്രമായതിനാൽ പല രാജ്യങ്ങളും അവരിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതും. 2022 യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഏറെക്കാലം റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് ഇന്ത്യയായിരുന്നു. ആഗോള വിപണിയിലേക്കാൾ ബാരലിന് $15 മുതൽ $30 വരെ കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിത്രം മാറിയിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബ്രെന്റ് ക്രൂഡിനേക്കാൾ ബാരലിന് ഏകദേശം $4 മുതൽ $5 വരെ അധിക വിലയ്ക്കാണ് റഷ്യൻ എണ്ണ ഇപ്പോൾ വിൽക്കപ്പെടുന്നത്. ഇത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഘടകമായി മാറുന്നു. മുൻപ് ലഭിച്ചിരുന്ന കിഴിവുകൾ നഷ്ടപ്പെട്ടതോടൊപ്പം ഇപ്പോൾ ഉയർന്ന വിലയിൽ തന്നെ എണ്ണ വാങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം റഷ്യ തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനായി പരമാവധി ഉപയോഗപ്പെടുത്തുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് അകലം പാലിച്ചിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ എണ്ണയ്ക്കായി വീണ്ടും ആശ്രയിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ ഏകദേശം 1.4 ദശലക്ഷം ബാരൽ എണ്ണ യുദ്ധം കാരണം വിതരണം ചെയ്യാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതോടെ ഇന്ത്യൻ എണ്ണ കമ്പനികളും വീണ്ടും റഷ്യൻ എണ്ണ വാങ്ങാൻ തുടങ്ങി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ US അനുമതി നൽകിയതിന് പിന്നാലെ വില വർദ്ധിക്കുന്ന പ്രവണതയാണ് കാണുന്നത്. യുദ്ധത്തെ തുടർന്ന് റഷ്യൻ എണ്ണയ്ക്ക് ആഗോളതലത്തിൽ ആവശ്യകത കൂടിയതും വില വർധനവിന് കാരണമായി. വെനസ്വേലയും ഇറാനും എണ്ണ ലഭ്യത കുറയ്ക്കുന്നതോടെ ചൈനയും ഇപ്പോൾ റഷ്യയെ കൂടുതൽ ആശ്രയിക്കുകയാണ്. ഇന്ത്യ ഏറെക്കാലമായി ആസ്വദിച്ചിരുന്ന റഷ്യൻ എണ്ണവിലയിലെ വിലക്കിഴിവുകൾ ഇപ്പോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ബ്രെന്റ് ക്രൂഡിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണം റഷ്യൻ എണ്ണ ഇന്ത്യയിലെത്തിക്കാൻ ആഫ്രിക്ക ചുറ്റി കടൽമാർഗം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇത് ഗതാഗതവും ലോജിസ്റ്റിക് ചെലവുകളും ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. യുദ്ധകാലാവസ്ഥ കാരണം സമുദ്ര ഇൻഷുറൻസ് ചെലവും വർദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ ഇന്ത്യക്ക് വലിയ ആശ്വാസമായിരുന്ന എണ്ണ വാങ്ങൽ ഇപ്പോൾ വലിയ സാമ്പത്തിക വെല്ലുവിളിയായി മാറുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഉയർത്താതെ എത്ര കാലം സർക്കാരിനും എണ്ണ കമ്പനികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കാണേണ്ടതാണ്. ആഗോള എണ്ണവില ഉയർന്ന സാഹചര്യത്തിൽ റഷ്യൻ എണ്ണയുടെ കിഴിവുകൾ നഷ്ടപ്പെട്ടതും ഉയർന്ന വിലയിൽ വാങ്ങേണ്ടി വരുന്നതും ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിച്ചേക്കും. ഇതിനിടെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും താഴ്ന്നു വരുന്നു. പാചകവാതകത്തിന്റെ വില ഇതിനകം വർദ്ധിച്ചു കഴിഞ്ഞു. ഇന്ധനവില കൂടി ഉയർന്നാൽ അത് രാജ്യത്ത് പണപ്പെരുപ്പം വർദ്ധിക്കാനും കാരണമാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.